ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഓൺലൈനായിട്ട് കണ്ട ഒരു നല്ല ഭംഗിയുള്ളൊരു കിഡ്സിൻ്റെ ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ടോപ്പ് നമുക്ക് വീട്ടിലുള്ള തുണി, ഇതിപ്പോൾ ഞാനെൻ്റെ ഒരു ടോപ്പ് വെച്ചിട്ടാണ് ഉപയോഗിക്കാത്തൊരു ടോപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. സെയിം കളറാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാമെന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ടോപ്പിൻ്റെ ഇതിൻ്റെ മുൻവശത്തൊക്കെ വേറെ കളേഴ്സ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ യെല്ലോ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ കട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സിമ്പിൾ ടോപ്പാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഉടുപ്പ് വെച്ചിട്ടാണ് ഞാനിതിൻ്റെ അളവെടുക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഉടുപ്പാണ്, ഇത്ര വേണ്ട. അതൊരു ഷോർട്ട് ടോപ്പായിട്ടാണ് ചെയ്യുന്നത്. ജീനൊക്കെ കൂടി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഷോർട്ട് ടോപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്ത ഭാഗത്തിൻ്റെ മേലെ ഭാഗത്ത്, അതായത് നമ്മുടെ ബോഡി പാർട്ട് വരുന്ന അവിടെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെയും ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നത്. കാരണം അതിന് വീതി കുറഞ്ഞതല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ അവിടെ ഞൊറിവ് വരുന്നുണ്ട്. ഈ ടോപ്പിൻ്റെ താഴ്ഭാഗം ഞൊറിവിട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ താഴെ ഭാഗം എടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ല വീതിയിൽ കിട്ടും. ഇത് മുകൾ ഭാഗത്ത് നമുക്ക് ആവശ്യമുള്ള യോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അടയാളപ്പെടുത്തിയെടുക്കുക. ഞാനിവിടെ 10 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇതേപോലെ 2 പീസ് എടുക്കുക. ടോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഒക്കെയുള്ള മുകൾ ഭാഗത്തു നിന്ന് 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 10 ഇഞ്ച് വരുന്നത്. ഇനി നമുക്കിതിൽ യോക്ക് പാർട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. മടക്ക് വരുന്ന ഭാഗം ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഉള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഉടുപ്പെടുത്തിട്ട് ഇങ്ങനെ പകുതിയായിട്ട് കൃത്യമായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ആ മടക്ക് വരുന്ന ഭാഗത്ത് ഈ അളവിൻ്റെ ഉടുപ്പിൻ്റെ മടക്ക് വരുന്ന ഭാഗം വെച്ച് കൊടുത്തതിന് ശേഷം ആ ഷോൾഡറിൻ്റെ വര കൃത്യമായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നെക്കിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് അപ്പുറത്തോട്ടാക്കിയിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ അതുപോലെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഒരു വര ഇങ്ങനെ വരച്ചു കൊടുക്കും. അളവെടുത്ത് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനത് സിമ്പിളായിട്ട് കാണിക്കുകയാണ്. അളവൊന്നും എടുക്കാണ്ട് ഉള്ള ഉടുപ്പ് വെച്ചിട്ട് നമുക്ക് വെച്ചിട്ട് തന്നെ വരച്ച് സുഖമായിട്ട് ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതുപോലെ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ വരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് ആ കട്ടി വരുന്ന രീതിയിൽ തന്നെ അങ്ങ് വരച്ചെടുത്തതിന് ശേഷം 1 ഇഞ്ച് എക്സ്ട്രാ ഇങ്ങോട്ടേക്ക് വരക്കണം. സീം അലവൻസിന് വേണ്ടിയിട്ട്. ആ ഉടുപ്പിന് സീം അലവൻസ് കുറവാണ്. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ ഇങ്ങോട്ട് വരച്ചിട്ട് അതിനുശേഷം നമുക്കിതിലൊക്കെ ഒന്ന് യോജിപ്പിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും വരച്ചു കൊടുക്കാം. എന്നിട്ട് അതും കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് 2 തുണി ഒരുമിച്ച് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ മേലത്തെ തുണി മാത്രം എടുത്ത് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ, അതായത് നമ്മുടെ യോക്കിനോട് യോജിപ്പിച്ച് കൊടുക്കുന്ന ആ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിവിടെ 13 ഇഞ്ച് നീളമാണ് എടുത്തിട്ടുള്ളത്. ആ നീളം ഇങ്ങനെ വെച്ചിട്ട് നീളത്തിൽ വരച്ചു കൊടുക്കുക. ഇതിപ്പം നമ്മൾ ആ ടോപ്പ് കട്ട് ചെയ്തെടുത്ത ടോപ്പിൻ്റെ താഴെ ഭാഗത്താണ് ഇത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. കാരണം കുറച്ച് വീതി കിട്ടുമല്ലോ. അപ്പം നമുക്ക് ഞെറിവിടാൻ എളുപ്പമായിരിക്കും. ഇതുപോലെയും 2 പീസ് എടുക്കണം. ഇതുപോലെ 2 പീസ് എടുക്കണം. ഉള്ള തുണി മുഴുവൻ എടുത്തോളൂ, നന്നായി ഞെറിവ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ്റെയും കട്ടിങ്. അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ്സ്, ഒരു കുഞ്ഞു സ്ലീവാണ്, ഇങ്ങനെ പ്ലീറ്റ്സ് പോലെ വരുന്ന രീതിയിലൊരു കുഞ്ഞു സ്ലീവാണ്. അതിന് വേണ്ടി കുറച്ച് നീളത്തിൽ ഒരു തുണി എടുക്കാം. നമുക്കിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടതുകൊണ്ട് ഉള്ള സ്ലീവിനെ കുറച്ച് നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കുക. അപ്പം ഇതൊരു 4.5 ഇഞ്ചാണ് ഉള്ളത്. ഞാനിവിടെ ഇത്ര എടുക്കുന്നില്ല, ഒരു 3.5 ഇഞ്ചേ എടുക്കുന്നുള്ളൂ സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട്. അപ്പോൾ അതിൽ നിന്ന് 1/2 ഇഞ്ച് ഇപ്പുറത്ത് മടക്കി തയ്ക്കാനും പോവും, അതുപോലെ ഇപ്പുറത്തെ വശത്ത് സീം അലവൻസ് ആയിട്ടും പോവും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് ഇങ്ങോട്ട് കടത്തി വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ചെറിയൊരു സ്ലീവ്, ഇങ്ങനെ ഏകദേശം ഒരു സ്ലീവ് ഇങ്ങനെ വരച്ചൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ആ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ താഴെ വരെയും വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നല്ലപോലെ ഇങ്ങനെ പ്ലീറ്റ്സൊക്കെ വരും. പക്ഷേ ഇതിൻ്റെ എന്ന് വെച്ചാൽ മുകൾ ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ. താഴെ ഭാഗത്ത് ഇങ്ങനെ നമ്മുടെ തോളിൻ്റെ അവിടെ വരുന്ന രീതിയിൽ ഓപ്പണായിട്ട് തന്നെയാണ് വരുന്നത്. മുകൾ ഭാഗത്ത് മാത്രം പ്ലീറ്റ്സിൻ്റെ രീതിയിലൊരു സ്ലീവാണ്. അപ്പോൾ ഇത്ര മാത്രം മതി. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം തന്നെ ഇപ്പം ബാക്കിൽ ചെറിയൊരു ഓപ്പണിങ് കൊടുക്കണം. നമ്മളിപ്പോൾ 2 ഷോൾഡറും യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ തല ഇതിലൂടെ കടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബാക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു കട്ട് കൊടുത്ത് അവിടെ ഒരു ഓപ്പണിങ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിത് ബട്ടൺസോ പ്രസ് ബട്ടണോ വെച്ചിട്ട് അത്
ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയതൊരു ഇപ്പോൾ 2-3 ഇഞ്ച് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ ചെറിയൊരു കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ പീസ് തുണി വെച്ചതിന് ശേഷം ഇതിങ്ങനെ തയ്ച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇത് എത്രയുള്ളതെന്ന് വെച്ചാൽ 2.5 ഇഞ്ചാണുള്ളത്. അപ്പോൾ കുറച്ച് വലിയൊരു 3 ഇഞ്ച് 3.5 ഇഞ്ചിലൊരു കഷ്ണം തുണി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലൂടെ ഈ വി ഷേപ്പ് പോലെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഈ വി ഷേപ്പ് ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം. അതിനുശേഷം ബാക്കി വരുന്ന ബാക്ക് വശത്ത് വരുന്ന എക്സ്ട്രാ വരുന്ന അതൊക്കെ കട്ട് ചെയ്ത് കളയണം. ഈ നടുക്കൊന്ന് ആദ്യം കട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഇപ്പം നമ്മൾ വെച്ച പീസിൻ്റെ എക്സ്ട്രാ വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഈ വി ഷേപ്പ് വരുന്ന അവിടെ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പീസ് ഉൾഭാഗത്തേക്ക് മടക്കി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഓപ്പണിങ് റെഡി ആയി കിട്ടും. ഇങ്ങനെ രണ്ടായി മടക്കിയതിന് ശേഷം അവിടെ ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ അത് ഫിനിഷായി കഴിഞ്ഞു. ഇനി നമുക്ക് 2 ഷോൾഡറും തമ്മിൽ യോജിപ്പിച്ചെടുക്കണം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിൻ്റെയും ഷോൾഡർ യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം 2 ഷോൾഡറും യോജിപ്പിച്ചെടുക്കാം. ഷോൾഡർ നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നീളത്തിലൊരു ക്രോസ് പീസ് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ തയ്ച്ചതിൻ്റെ ഉൾവശത്ത്, അതായത് ചീത്ത വശത്ത് ക്രോസ് പീസ് വെച്ചിട്ട് നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ തയ്ക്കണം. ഇതിപ്പോൾ ആദ്യം ഇങ്ങനെ 2 ചെറിയൊരു മടക്കിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിപ്പം ബാക്കിൽ ഓപ്പണിങ് ഫിനിഷ് ചെയ്തല്ലോ, അവിടെ വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റുമായിട്ട് തയ്ച്ചു കൊടുത്ത് ഇപ്പുറത്തെ ഓപ്പണിങ് വരെ ഇതുപോലെ മടക്കിയിട്ട് തന്നെ തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കണം. നമ്മളിപ്പുറത്തേക്ക് മറിച്ചിടുമ്പോൾ ചുളിവ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല വശത്തേക്ക് 2 പ്രാവശ്യം ഇങ്ങനെ മടക്കുക. ഇങ്ങനെ ഒരു പ്രാവശ്യം മടക്കി പിന്നെ ഒരു പ്രാവശ്യം മടക്കിയതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ അറ്റത്തൂടെ തയ്ച്ച് മുഴുവനായിട്ടും ഫിനിഷ് ചെയ്തെടുക്കും. ഇതേപോലെ തന്നെയാണ് നമ്മൾ സ്ലീവ്സ് ഫിനിഷ് ചെയ്യേണ്ടത്. അതിൽ കാണിച്ചിട്ടില്ല. ഇതേപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ്സ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ചീത്ത വശത്ത് ക്രോസ് പീസ് വെച്ചതിന് ശേഷം നല്ല വശത്തേക്ക് 2ആയി മടക്കിയിട്ട് അതും അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനോട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്കേർട്ടല്ല ആ ഒരു പ്ലീറ്റ്സ് വരുന്ന ആ ഭാഗം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മൾ എത്ര തുണിയുള്ളതെന്ന് വെച്ചാൽ ഇതിപ്പം ഓരോ ടോപ്പിൻ്റെ ഫ്ലെയർ അനുസരിച്ചിരിക്കും നമ്മൾ കട്ട് ചെയ്തതിന്. ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് തുണി എടുക്കുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നല്ല പ്ലീറ്റ്സ് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം 2 ഭാഗത്ത് ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും അതിൻ്റെ സ്കേർട്ട് പോർഷൻ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ അറ്റം മടക്കി തയ്ച്ചിട്ടുണ്ട്. അതുപോലെ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് ബോഡിയോട് യോജിപ്പിക്കേണ്ട ആ ഭാഗത്ത് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ 2 നൂലിൽ ഒരു നൂല് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലീറ്റ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ്സ്, അതായത് കൈയുടെ സ്ലീവ്സിൻ്റെ പ്ലീറ്റ്സ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് കുറച്ച് നന്നായി വരുന്ന രീതിയിൽ, താഴേക്ക് അധികം ഇല്ലാത്ത രീതിയിലാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം. മുഴുവനായിട്ടും ആവണ്ട, ഒരു പകുതി വരെ മാത്രമേ സ്ലീവ് വരുന്നുള്ളൂ. അപ്പോൾ കൃത്യം ഷോൾഡറിൻ്റെ ആ ഒരു പോയിൻ്റ് ഇതിൻ്റെ നടുവിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് 2 വശത്തേക്കും ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സിൻ്റെ സ്റ്റിച്ചിങ് കഴിയും. അതിനുശേഷം നമ്മൾ ഇവിടെ സൈഡും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതുപോലെ താഴെ ഭാഗം 2 പ്രാവശ്യം ഇങ്ങനെ മടക്കി തയ്ക്കുകയും വേണം. ഞാൻ ഇതിൽ ചെറിയൊരു എംബ്രോയ്ഡറിയും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മോഡലിൽ ഉള്ള അതുപോലത്തെ അതേ കളർസ് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്, വെള്ളയും പച്ചയും. പക്ഷേ എംബ്രോയ്ഡറി കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. കുറച്ച് ബീഡ്സൊക്കെ വെച്ച് നല്ല കുറച്ചും കൂടി ഭംഗിയുള്ള രീതിയിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 2 വശം 2 ലീവ്സൊക്കെ വരുന്ന രീതിയിൽ ഒരു ബീഡ്സും തുന്നി കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മാക്സിമം അതുപോലെ തന്നെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയുണ്ടാവും ജീൻസിൻ്റെ കൂടെയൊക്കെ ഇട്ടാൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്യാം. താങ്ക് യു.